കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിന് ഇതുവരെയും പരിഹാരമായിട്ടില്ല. പരാതിയുമായി രോഗികളുടെ ബന്ധുക്കൾ ഡിഎംഒയെ കണ്ടു. പരാതി സർക്കാരിലേക്ക് അയക്കാമെന്ന് ഡിഎംഒ ഉറപ്പു നൽകി. കമ്പനികൾ മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് വിതരണം നിർത്തിയിട്ട് 5 ദിവസമായി. ദീപക് മലേമ നൽകും വിവരങ്ങൾ. ദീപക് മലേമ, കിട്ടാനുള്ള കുടിശ്ശികയെപ്പറ്റി ഇന്നോ ഇന്നലെയോ അവർ പറഞ്ഞു തുടങ്ങിയതല്ല. ഇതുവരെയും അതിനൊരു പരിഹാരം ഉണ്ടാകാത്തത് അത് രോഗികളെ എത്രത്തോളം വലയ്ക്കുന്നുണ്ടിപ്പോൾ? സുജയ, വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് രോഗികളെ സംബന്ധിച്ചുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഡയാലിസിസ് ചെയ്ത രോഗികൾക്കടക്കം മരുന്ന് കിട്ടാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ഇന്നിപ്പോൾ രോഗിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഡിഎംഒ ഓഫീസിലേക്ക് എത്തുകയും പരാതി നൽകുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നിൽക്കുന്നത് പ്രിൻസിപ്പൽ ഓഫീസിൻ്റെ മുൻഭാഗത്താണ്. ഇവിടേക്ക് നേരത്തെ രോഗികൾ ഉൾപ്പെടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അല്പം മുൻപ് ഡയാലിസിസ് ചെയ്തോ? ഡയാലിസിസ് കഴിഞ്ഞ. എന്താ പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ്. എവിടുന്ന് വരുന്നത്? ഞാൻ അടിവാര ഈങ്ങാപ്പുഴ. ഇപ്പം എന്താ ബുദ്ധിമുട്ട്? എന്താ ഇന്ന് രാവിലെ കുഴപ്പമൊന്നുമില്ല, മരുന്ന് സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള അടുത്ത ഷിഫ്റ്റിനുള്ള പേഷ്യൻറ്റിന് മരുന്നുകൾ എഴുതി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ് ആസിഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ തന്നെ ഉള്ളത്. അപ്പോൾ അത് പിന്നെ ഇന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, പുറത്തുനിന്ന് വാങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇല്ല. അതാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഫ്രീ അല്ലേ എല്ലാം. നമുക്കിപ്പോൾ ആരോഗ്യ ഇൻഷുറൻസിൽ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് വേറെ ഒന്നും വാങ്ങേണ്ടിയില്ല. എല്ലാം ഇവിടെ തന്നെ കിട്ടുന്ന സംഭവങ്ങളാണ് ഒക്കെ. ഇവിടുന്ന് മരുന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വലിയ ഭാരിച്ച ചിലവില്ലായിരുന്നു. പുറത്ത് പോകുമ്പോൾ അത് എത്രത്തോളം ചിലവിലേക്ക് പോകും? ഇതിപ്പോൾ എഴുതി തന്നിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പല സാധനങ്ങളും ഡയലൈസർ അടക്കം നമ്മൾ ഇതിൻ്റെ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അമ്പോണം ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, എരിത്രോപോയറ്റിൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ മുമ്പ് നിന്ന് ഞങ്ങൾ ഇങ്ങനെ പരാതി കൊടുത്ത് പെട്ടെന്ന് തന്നെ എത്തിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മീഡിയനെ വിളിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. നിലവിൽ ഇന്നത്തേക്കുള്ള മരുന്ന് കിട്ടിയിട്ടുണ്ട്? എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പേഷ്യൻ്റ് ഉണ്ട്. ഇനിയിപ്പോൾ 24 പേഷ്യൻറ്റ് നമ്മളെ യൂണിറ്റിൽ തന്നെ ചെയ്യാനുണ്ട്. ആ പേഷ്യൻറ്റിനോടൊക്കെ ആരൊക്കെ ഹെഡ് സിസ്റ്റർ വന്ന് പറഞ്ഞതുണ്ട്, ആരൊക്കെ ഡയാലിസിസ് ചെയ്യാനുള്ളത് അവരോട് ഈ മരുന്ന് വാങ്ങണം എന്ന് പറഞ്ഞത്. അപ്പോൾ വലിയ ചിലവ് വരുന്ന വലിയ ചിലവ് വരും. ഇതിപ്പോൾ ഓരോന്നോരോന്ന് സപ്ലൈ തീർന്നുകൊണ്ടിരിക്കുകയെന്നല്ലേ. ഒറ്റ മിനിറ്റ് സുജയ്, ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ മരുന്നുകളുടെ ലഭ്യത അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ഈ മരുന്ന് വിതരണ കമ്പനിയുടെ ചുമതലയുള്ള ഒരു ആളുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹവും പറയുന്നത് 90 കോടിയോളം രൂപയുടെ കുടിശ്ശികയാണുള്ളത്. അതിൽ തന്നെ ഒരു മാസത്തെ തുക താൽക്കാലികമായി അനുവദിച്ചു. പക്ഷേ ആ തുക കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു 3 മാസ കാലാവധിയിലെങ്കിലും കുടിശ്ശികയിട്ടാൽ പോലും പ്രതിസന്ധി ഉണ്ടാകില്ല. അത് അത്തരത്തിൽ ഞങ്ങൾ ആ ഭാരം വഹിച്ചോളാം, അതിനപ്പുറത്തേക്ക് ഉള്ള ഭാരം വഹിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് മരുന്ന് വിതരണ കമ്പനികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ അല്പം മുൻപ് ഞാൻ അല്പം ബൈറ്റുകൾ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ പെരിറ്റോറിയൽ ഡയാലിസിസ് ഉൾപ്പെടെ ചെയ്യുന്ന ആളുകൾക്ക് മരുന്ന് കിട്ടാത്ത അവസ്ഥയുണ്ട്. അത് ഫെയർ പ്രൈസ് ഷോപ്പുകളിൽ നിന്നാണെങ്കിൽ പോലും, അല്ലെങ്കിൽ കാരുണ്യയുടെ ഷോപ്പുകളിൽ നിന്നൊക്കെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന തുച്ഛമായ തുകയ്ക്ക് എന്നുള്ള നിലയിലാണ്. ആ തുകയ്ക്ക് പോലും മരുന്ന് കിട്ടാത്ത സ്ഥിതി ഉണ്ടാകുന്നു. അത് ബീച്ച് നേരത്തെ ദീപക് സംസാരിച്ച രോഗികളുടെ ബന്ധുക്കൾ അവരുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ട് ഞാൻ ദീപകിലേക്ക് തിരിച്ചു വരാം. വിളിച്ചു നോക്കാൻ വേണ്ടി പറയും. നമ്മൾ വിളിക്കുമ്പോൾ മരുന്നില്ല അറിയും. ഇത് ഡയാലിസിൻ്റെ മരുന്ന് തന്നെ. ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് കുറേ കിട്ടിയിട്ട് ആകെ 2 പ്രാവശ്യം കിട്ടിയത്. പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് ബാക്കി മരുന്ന് കിട്ടീനി. ഇപ്പോൾ അതും നിന്നിക്കണമായിരുന്നു. പുറത്തുനിന്ന് വാങ്ങിയ ഒരു മാസം 60,000 റുപ്യോളം ചിലവുണ്ട്. ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് കാരുണ്യ വഴി അല്ലെങ്കിൽ നീതി ആണ് മരുന്ന് വാങ്ങല്. ഒരാഴ്ചയായിട്ട് ഇപ്പോൾ അവിടെ മരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഡോക്ടറെ കാണിച്ചാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് കൂടി ഉള്ളൂ എനിക്ക് സ്റ്റോക്കുള്ളൂ. നമ്മളിവിടെ ഡിഎംഒനെ കണ്ടത് പരാതി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഒരാഴ്ചയോളായിട്ട് നമുക്കിപ്പം കാരുണ്യം നിന്ന് കിട്ടുന്നില്ല, ഫെയർ പ്രൈസ് മരുന്ന് ലഭിക്കുന്നില്ല. പിന്നെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് കിട്ടാതായിട്ട് നമുക്ക് 5-6 മാസത്തോളമായി. ഡിഎംഒനെ അവർ പരാതി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ന് തന്നെ അവർ ഇതാക്കാന്ന് പറഞ്ഞത്. പിന്നെ അവരും ഫണ്ടിൻ്റെ ഇഷ്യൂസൊക്കെയാണ് കൂടുതൽ പറയുന്നത്. ദീപക് മലേമ തുടരുന്നു. ദീപക് മലേമ, ഇവർ കൊടുത്ത പരാതി ഡിഎംഒ വാങ്ങി വെച്ചിട്ടുണ്ട്, സർക്കാരിലേക്ക് അയക്കാമെന്ന് ഉറപ്പും കൊടുത്തിട്ടുണ്ട്. ഡിഎംഒയ്ക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമല്ലേ ഇതൊക്കെ പരിഹരിക്കാൻ? ഇവരിങ്ങനെ പോയി കരഞ്ഞ് പറയണോ ദീപക്? ഇതിപ്പോൾ അസിസ്റ്റന്റ് ഡിഎംഒ ആണ് ഉണ്ടായിരുന്നത്. ഡിഎംഒ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹമാണ് ആ പരാതി വാങ്ങിയിരിക്കുന്നത്. സർക്കാരിലേക്ക് അയക്കാമെന്ന് പറയുക എന്നുള്ളത് മാത്രമേ താൽക്കാലികമായി ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 90 കോടിയോളം കുടിശ്ശിക എന്ന് പറയുമ്പോൾ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ആ തുക ഞങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിലേക്ക് നേരത്തെ തന്നെ മരുന്ന് വിതരണ കമ്പനികൾ ഈ പരാതി എന്നുള്ള നിലയിൽ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ അറിയിച്ചിട്ടുണ്ട്. DHS ആണ് ഇക്കാര്യത്തിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. പക്ഷേ അത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ സർക്കാരിൻ്റെ ചെലവുകളുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ടൊക്കെയുള്ള പരാതികളൊക്കെ മരുന്ന് വിതരണ കമ്പനികൾ പരോക്ഷമായെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. അതായത് ചില പദ്ധതികൾക്ക്, ടൂറിസം പദ്ധതികൾക്കൊക്കെ കോടികൾ ചിലവഴിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യം എന്നുള്ള നിലയ്ക്ക് മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുടിശ്ശിക അത് തീർപ്പാക്കാൻ തയ്യാറാകാതെ പോകുന്നത് എന്നുള്ള ആക്ഷേപം ഉൾപ്പെടെ അവർ പരോക്ഷമായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷമായി അത് ഉന്നയിച്ചാൽ നാളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുമോ എന്നുള്ളൊരു ഭയം മരുന്ന് വിതരണ കമ്പനികളെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് മറ്റൊരു തരത്തിൽ അവർ വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇന്നിപ്പോൾ 5 ദിവസമാകുന്നു. കഴിഞ്ഞ 10-ാം തീയതിയോടുകൂടി മരുന്ന് വിതരണം പൂർണ്ണമായും മെഡിക്കൽ കോളേജിലേക്കുള്ളത് മരുന്ന് വിതരണ കമ്പനികൾ നിർത്തിവെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ പറയുന്ന കാരുണ്യയിൽ നിന്നോ, നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ, അല്ലെങ്കിൽ ഫെയർ പ്രൈസിന്റെ ഷോറൂമുണ്ട്, അവിടെയൊക്കെ മരുന്ന് തുച്ഛമായ വിലയിൽ കിട്ടിക്കൊണ്ടിരുന്ന മനുഷ്യർക്ക് അത് കിട്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകും. തീർച്ചയായും മരുന്നിന് പോലും മരുന്നില്ലാത്ത അവസ്ഥയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. പല തവണയായി പറഞ്ഞു തുടങ്ങിയിട്ട് സർ, ഇനിയും ആ ക്ഷാമം പരിഹരിക്കാതെ രോഗികളെ വീണ്ടും ബുദ്ധിമുട്ടിക്കണോ എന്നത് അധികൃതർ ചിന്തിക്കേണ്ട വിഷയമാണ്. അസിസ്റ്റന്റ് DMOയുടെ കയ്യിലേക്ക് ആ പരാതി കത്തും വന്നിട്ടുണ്ട്. ആ കത്തെങ്കിലും ഒന്ന് പരിഗണിച്ച് ഈ പ്രശ്നം തീർക്കണം എന്നുള്ളതാണ് നമുക്കും അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു